ജാൻമണി തിരിച്ചു വന്നിരിക്കുകയാണ്. അർജുന് വലിയ മൈൻഡ് ഒന്നും ഇല്ല. പക്ഷേ നോറയെ അഭിനയിച്ചതിന് ഒരു കൺഗ്രാജുലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. അഭിഷേകന് ബിഗ് ബോസിന്റെ വാണി, പുറത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ഇനി ആരൊക്കെ വരും, എന്തൊക്കെയാണ് ജാൻമണി വന്നിട്ട് പറഞ്ഞത്? ജിനു ചേട്ടാ എന്തിനാണ് എന്റെ ടിക്കറ്റ് വരും, ഞാൻ ഭരിക്കും, ഇവിടെ ഞാൻ ഭരിച്ചു കാണിക്കും. എന്താണിത്, കിച്ചനൊക്കെ കിടക്കല കണ്ടില്ലേ, എൻ്റെ അടുക്കള, എൻ്റെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ എത്തിയിരിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ പവർ റൂം, അതായത് നമ്മുടെ പീപ്പിൾസ് റൂമിനകത്ത് കൊണ്ടിരുത്തുകയാണ്. പെട്ടെന്ന് തന്നെ ബ്ലൈൻഡ്സ് ഇടുന്നു, ഒരു അലമാര കൊണ്ട് വെക്കുന്നു, ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്യുന്നു. എടാ നോക്കടാ, ഒരു അലമാര, എടാ എന്താ സംഭവം നോക്കണേ. അയ്യോ, ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര അറ്റാക്കാണ്. അപ്പം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് അറ്റാക്ക് ചെയ്യണേ. എൻ്റെ കുഞ്ഞു മോളുടെ വീഡിയോയുടെ താഴെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പം ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത് അവർക്ക് മോശമാണ് കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവും കാര്യം. ഞാൻ എന്ന് വീഡിയോ ഇടുന്നോ ആ വീഡിയോയുടെ ആരെയാണോ അതിനകത്ത് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ വന്ന് കിടന്നിട്ട് ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കിടന്ന്, ഫേക്ക് അക്കൗണ്ടിലാണ് വരുന്നത്, ഇതൊന്നും ഒറിജിനലൊന്നും അല്ല, അത് മനസ്സിലായി. പിന്നല്ലാണ്ട് അപ്പോൾ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കിടന്നിട്ട് ടോക്സിക് കമൻറ്റുകൾ ഇടുമ്പോൾ നിങ്ങൾ ആരെയാണോ ഈ സപ്പോർട്ട് ചെയ്യണേ, ആർക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് അവരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് കൊച്ചിൻ്റെ ഇതിനകത്ത് വന്ന് കിടന്ന് ചെയ്യാതിരിക്കുക. ഓക്കെ, ബാക്കി ചെയ്തോട്ടാ, അവിടെ നിന്ന് ചൊറിഞ്ഞോ. അയ്യോ അപ്പോൾ അതാ നോക്കടാ കബോർഡിനകത്ത്, കബോർഡിനകത്ത് എന്തോ ഉണ്ടോ, എന്തുകൊണ്ട് അലമാര തുറന്നാ ഭയങ്കര പേടി. എല്ലാവർക്കും അറിയാമെന്ന് ഇന്നോട്ട് ആള് വരുമെന്ന്. പിന്നല്ലാണ്ട് പതുക്കെ ശ്രീതു പോയി തുറക്കുന്നു. ഞാൻ വന്നു, നിങ്ങളെ എല്ലാവരും ജാൻമണി നാട്ടക്ക് റാണി എന്നൊക്കെ പറഞ്ഞ് അവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കബോർഡ് ബോക്സിനകത്ത് നിന്ന് ചാടി, കബോർഡെന്ന് അലമാരന്ന് ചാടി ഇറങ്ങി. അപ്പോൾ അർജുൻ അവിടെ നിൽപ്പുണ്ട്, വലിയ മൈൻഡൊന്നുമില്ല. എങ്ങനെയുണ്ട് ജിനു ചേട്ടാ, ഋഷി, ഓ മൈ ഡാർലിംഗ് ജാസു, അപ്പോൾ ശ്രീതു, ജാനു ചേച്ചി, വെരി ഗുഡ്. അപ്പോൾ അർജുൻ വലിയ മൈൻഡൊന്നുമില്ല. അഭിഷേക്, ഓ മൈ ഡാർലിംഗ്, കെട്ടിപ്പിടിക്കുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു. അതിൻ്റെ കൂടെ അർജുൻ ഇടയിൽ കൂടെ വന്നു തിരിഞ്ഞങ്ങ് പോവേണേ. ലുക്ക് അറ്റ് മൈ ഹെയർ സ്റ്റൈൽ, എങ്ങനെയുണ്ട് എൻ്റെ സാരി കളക്ഷൻ, ബിഗ് ബോസ് പ്ലീസ് എൻ്റെ ഷിഗറ്റ്, പിന്നെ എനിക്ക് വേണ്ട എൻ്റെ പേറ്റി ഷിഗറ്റ് എല്ലാം കൊണ്ടുവരണം ചേട്ടാ, കമോൺ. ഞാൻ ഒരുപാട് മിസ് ചെയ്തു വീട്. അപ്പോൾ ഋഷിക്ക് സന്തോഷമായി. എല്ലാവരും വരും അല്ലേ, സൂപ്പർ, എല്ലാവരും വരും. അപ്പം ജാസ്മിൻ ഉടനെ കെട്ടിപ്പിടിക്കുന്നത്, എൻ്റെ ഗബ്രി വരും. അപ്പോഴത്തേക്കും എപ്പിസോഡൊക്കെ കണ്ടോ? സോറി, ഞാൻ എപ്പിസോഡ് ഒന്നും കണ്ടിട്ടില്ല, ഞാനില്ലാത്ത എപ്പിസോഡ് ഞാൻ കാണലില്ല, മനസ്സിലായോ? പിന്നെ ഞാൻ എന്നും രാവിലെ വീട്ടിൽ നിന്ന് എണീക്കുമ്പോഴേ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും മൈക്ക് തപ്പും. പിന്നെ ഫുൾ കരച്ചിലാണ്, എയർപോർട്ടിൽ ഫുൾ കരച്ചിൽ, വീട്ടിൽ ഫുൾ കരച്ചിൽ. എന്തിനാണ് എന്നെ പുറത്താക്കിയത് ബിഗ് ബോസ്? അന്യായമാണിത്, എന്നെ പുറത്താക്കിയിട്ട് എന്തിനാണ് പറയൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ്, എൻ്റെ ദൈവമേ, വന്ന ഉടനെ ജാൻമണി എന്നെ പഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ബിഗ് ബോസ് ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം, ജാൻമണി വീട്ടിലേക്ക് സ്വാഗതം. താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു സോ മച്ച്. അത് കഴിഞ്ഞിട്ട് എന്തുവാണിത്? അപ്പോൾ ജാനു ഇന്ന് പോവോ? ഞാൻ ഇവിടുന്ന് പോകുന്ന മട്ടനുമില്ല, ഞാൻ മിക്കവാറും ഒരു ഫിനാലേക്ക് ആകുമ്പോഴേ പോവുള്ളൂ. എൻ്റെ ജാനു എന്നാൽ ഇവിടെ ഉണ്ടല്ലോ. ബിഗ് ബോസ് എ സി കുറവാണ്, പെട്ടെന്ന് എ സി ഇടൂ, എൻ്റെ കിച്ചണിലേക്ക് എന്നെ വഴികാട്ടൂ. എൻ്റെ കിച്ചൺ കിടക്കുന്ന കിടപ്പ്, എന്ത് കിടപ്പാണിത്, ലൈറ്റർ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ പോയി? ഷിജോ പോയോ? അയ്യോ ഷിജോ, വാട്ട് ഹാപ്പൻ ടു ഹിം? അത് കഴിഞ്ഞ ഉടനെ ജിൻഡോ, എന്നാലും ഒരു എപ്പിസോഡ് പോലും കാണുന്നില്ലല്ലോ. ഞാൻ കാണിച്ചില്ല, ഞാൻ ഫുൾ കരച്ചിലാണ്. എയർപോർട്ടിൽ ഫുൾ കരച്ചിൽ, വീട്ടിൽ ഫുൾ കരച്ചിൽ. എയർപോർട്ടിൽ വന്നപ്പോൾ എയർ ഹോസ്റ്റസ് ചോദിച്ചു എന്തിനാ കരയിൽ, ഞാൻ പറഞ്ഞു ഹു ആർ യു, ബിസിനസ് ക്ലാസ്സിൽ ഞാൻ സഞ്ചരിക്കും, ഹു ആർ യു, ഞാൻ കരയും, ഹു ആർ യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നെ 2-3 എപ്പിസോഡിൽ എന്നെയാണ് കാണിച്ചത് ഞാൻ പോയ ശേഷവും. ആണോ? പിന്നെ ഞാനിവിടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ പവർ റൂം എവിടെ? ഓക്കെ, ഞാൻ എൻ്റെ പവർ റൂമിൽ കിടക്കും. ആക്ച്വലി നിങ്ങൾക്ക് ആർക്കും പവർ റൂം യൂസ് ചെയ്യാൻ അറിയത്തില്ല, അത് കാരണമാണ് ഇതൊക്കെ പറ്റിയത്. യു ഡോണ്ട് നോ എനിത്തിങ് ഗൈസ്. നമുക്കറിയാം, പുറത്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു നമ്മൾ പവർ റൂം അങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഞാൻ ഒറ്റയ്ക്ക് എവിക്റ്റ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ കൂടെ എൻ്റെ ആരും വിടാത്തത് 2 പേരല്ലേ എവിക്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. ജാസ്മിൻ കമോൺ മേരെ ബച്ച കമോൺ മേരെ ബച്ച. അപ്പോഴത്തേക്ക് അർജുൻ മറ്റേ ഇന്നസെന്റ് നിൽക്കുമല്ല,
ഇങ്ങനെ നിൽക്കുന്നത് അതുപോലെ. അത് കഴിഞ്ഞിട്ട് ബെൽ വരുന്നു. ഓ മൈ സ്റ്റോർ റൂമിൽ ബാഗ്, എൻ്റെ ബാഗ് വന്നു. ഓക്കെ, പ്ലീസ് സെൻഡ് മീ മൈ സീക്രട്സ് ബിഗ് ബോസ്. ഓക്കെ, ഞാൻ പവർ റൂമിൽ കിടക്കും, എന്നെ പവർ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം അർജുൻ അവിടെ ഇതിപ്പാടെ. അത് കഴിഞ്ഞിട്ട് ഓഫ്, എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞാനാണെങ്കിൽ എൻ്റെ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും, ഇതുപോലെയൊന്നും അല്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് അത് കഴിഞ്ഞ ശേഷം അർജുൻ മറ്റേ കിച്ചണിൽ നിൽക്കുകയാണ് കേട്ടോ, കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പോൾ അർജുനെ കംപ്ലീറ്റ് ഇഗ്നോറൻസ് ആണ്. അപ്പോൾ അർജുൻ, ആര് വന്നാലും പോയാലും എന്നെ കംപ്ലീറ്റ് ഇഗ്നോറൻസ് ആണ്, ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, പേടിക്കണ്ട, അർജുനെ നോക്കാനുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്മോക്കിംഗ് റൂമിൽ ഉടനെ ജിൻഡോയുടെ ഒടുക്കത്തെ തള്ളല്, എൻ്റെ ജാനു, രതീഷ് ചേട്ടൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ജാനു ആണെന്ന്. അപ്പം ഋഷി, ഒന്ന് പോയപ്പാ ജിൻ്റെപ്പാ, പിന്നെ രതീഷ് ചേട്ടനെ കാണുമ്പോൾ ജാനു എന്ന് തോന്നുന്നല്ലേ. ചിന്നിച്ചേട്ടൻ പറയട്ടെ, പറഞ്ഞു ചിന്നിച്ചേട്ടാ, പറഞ്ഞു. ജാനു രതീഷ് ചേട്ടൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ജാനു ആണെന്ന്. അപ്പം ഉടനെ ഋഷി, ഒന്ന് പോയ ജിൻ്റെപ്പ ഇറങ്ങി. ഓ, പിന്നെ രതീഷ് ചേട്ടനെ കാണും പറഞ്ഞു, ജാനുവിനെ പോലെ രതീഷ് ചേട്ടൻ ഇരിക്കണത് അല്ല, മൊഹമൊക്കെ മൂടിയിരുന്നല്ലേ, അതൊന്നും അല്ല. പിന്നെ രതീഷ് ചേട്ടൻ എവിടെ ഇരിക്കുന്നത്, ജാനുവിൻ്റെ സൈസ് നിങ്ങൾ നോക്ക്. എനിക്കൊന്നു ജിൻ്റെപ്പായി പറയണേ. അതിനിടയിൽ കൂടെ എല്ലാവരും കൂടെ ആ മറ്റേ ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അർജുൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി, ജാൻമണിയെ നോക്കിക്കൊണ്ട്, എന്തെങ്കിലും ഒന്ന് മൊഴിയൂ എന്നുള്ള രീതിയിൽ. അപ്പം നോഴ കുളിച്ചോ ഇന്ന്, ആരെടുത്ത്, അർജുൻ്റെ അടുത്ത്. കുളിച്ചില്ല. യുവർ ആക്ടിങ് വാസ് വെരി ഗുഡ് ലൈക്ക് നോറ. കൺഫെഷൻ റൂമിൽ പോയിട്ട് ഐ ലവ് യു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓ, അപ്പോൾ അർജുൻ, ഓ സമാധാനം, എന്തെങ്കിലും ഒന്ന് മിണ്ടിയല്ലോ, ഇനി വൈകിട്ട് ബാക്കി കറി ഇളക്കാം. നേരെ കിച്ചണിലേക്ക് അർജുൻ പോയി കറി ഇളക്കുന്നുണ്ട്. അവരുടെ കൂടെ അഭിഷേകിന് വാണിംഗ് കിട്ടിയേട്ടാ, അഭിഷേക് പുറത്തെ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. എൻ്റെ കൂടെ ജിൻഡോ, പുറത്തെല്ലാവരെയും കണ്ടോ ജാനു, ജിനു ചേട്ടാ, ബിഗ് ബോസ് വാൺ ഹിം, ബിഗ് ബോസ് യു ക്യാൻ സീ ദാറ്റ് ഈസ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടിക്കറ്റ് ഫിനാലെയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലുക്ക്, ഞാൻ ഒരു കാര്യവും പറയത്തില്ല, മനസ്സിലായോ? പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം പഴയേണ്ടി വരും. ഓക്കെ, ഞാൻ എല്ലാ എപ്പിസോഡ്സും കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, പണപ്പെട്ടിയുടെ കാര്യം ഞാനൊന്നും പറയണ്ട. കൈ കഴുകി വന്നപ്പോഴത്തേക്കും പണപ്പെട്ടി പോയി, കാണാൻ പോലും പറ്റിയില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചിരുന്നിട്ട് നിങ്ങൾ തരുന്ന വോട്ടാണ് എൻ്റെ വോട്ടെന്ന്. നിങ്ങൾ തരുന്ന, അവർ കൊടുക്കുന്ന വോട്ടില്ലേ, എനിക്കറിയത്തില്ല പുള്ളിക്കാരി അതെന്താ വിചാരിച്ചത്, എനിക്ക് മനസ്സിലായില്ല. ഇവർ കൊടുക്കുന്ന വോട്ടാണ് വോട്ടെന്ന് ഔട്ടാവാനുള്ള. അതായത് അഭിഷേകിന് 9 വോട്ട്, ജാൻമണിക്ക് 8 വോട്ടാണെങ്കിൽ അഭിഷേക് ഔട്ടാവും. ഇത് കൗണ്ട് ചെയ്ത് അവസാനം വരെ പോയിട്ട് അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാർ വിചാരിച്ചുകൊണ്ട് കേട്ടോ. എനിക്കത് മനസ്സിലായില്ല കേട്ടോ, ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല. ബോബി ഡാർലിംഗ് ഉള്ളത് കൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റി. ബിക്കോസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, വാട്ട് ടു സേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അർജുൻ വന്ന ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ജാൻമണിയുടെ മുഖത്ത് പോയിക്കൊണ്ട്. ജാൻമണി ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് ചെയ്യും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് ചെയ്യില്ല. ആ രീതിയിലാണ് ഇരിക്കുന്നത്. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പം അവർ ഫിനാലേക്ക് വേണ്ടി നമ്മളൊന്നും നോക്കണ്ട. ഓക്കെ, കാര്യം അർജുൻ അതങ്ങനെ പോട്ടെ. നമ്മളിപ്പോൾ അവർ ഓൾറെഡി മത്സരിക്കാൻ നിൽക്കുന്നതല്ലേ, ഇപ്പം ഇവർ മത്സരിക്കാനില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിനെ ഒരു ബാധകമാവരുത്. പക്ഷേ ഒരു പിടിയുമില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുന്നു. ജാൻമണിയൊക്കെ മിക്കവാറും കുറേ ദിവസം ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു യമുന വൈകുന്നേരം ആവും കയറാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 7 മണി ആ സമയത്താണെന്നാണ് അറിയാൻ സാധിച്ചത്. വൈകുന്നേരം രാത്രി അടുപ്പിച്ച് ആയിരിക്കും യമുന കയറുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, ഇനി സുരേഷും കൂടെ കയറുമെന്ന് എനിക്കറിയില്ല, സുരേഷ് സാറും കൂടെ കയറുമെന്ന് അറിയത്തില്ല. പക്ഷേ യമുന കയറുന്നത് കുറച്ചും കൂടെ രാത്രിയായിട്ടൊരു 7 മണിയെന്നാണ് എനിക്ക് കൺഫേംഡ് അല്ല. ആ സമയത്ത് വൈകുന്നേരമാണ് കയറുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് നോക്കാം, കാത്തിരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും കൂടുതൽ ജാൻമണിയുടെ വിശേഷങ്ങളുമായിട്ട് വരാം. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ലൈവിൽ ആൾ കൂടി 17,000 പേരുണ്ടായിരുന്നു തുടക്കത്തിൽ ലൈവ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഒന്നുമില്ലായിരുന്നതാണ്, കുറച്ചെങ്കിലും ഒന്നും. ഇനി നാളെ തൊട്ട് ആൾക്കാർ വന്നു തുടങ്ങും, റസ്മിനും എല്ലാവരും വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.